രാഷ്ട്രീയ അട്ടിമറി നടന്ന ബീഹാറിൽ ചടുല നീക്കങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കും വരെ കാത്തിരുന്ന് കാണാമെന്ന RJDയുടെ വെല്ലുവിളിക്ക് പിന്നാലെ സ്പീക്കറെ മാറ്റാൻ BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിതീഷ് വിരുദ്ധരെ പാളയത്തിലെത്തിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ നീക്കം. നിതീഷിന്റെ മടക്കം നൽകിയ ആത്മവിശ്വാസത്തിൽ കൂടുതൽ പേരെ ഒപ്പം ചേർക്കാൻ BJPയും നീക്കം തുടങ്ങി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി BJP ആശയവിനിമയം നടത്തും. ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ചെയർമാനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതിനിടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായയാത്ര ബീഹാറിലേക്ക് കടന്നു. പട്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, എന്താണ് ബീഹാറിലെ പുതിയ സാഹചര്യം? രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് ബീഹാറിൽ പ്രവേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതീഷും 4-ാം തീയതി ഫെബ്രുവരി 4-ന് ഒരേ വേദിയിൽ എത്തും എന്ന വിവരവും വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ഭാരത് ജോഡോ ന്യായ് യാത്ര ബീഹാറിലേക്ക് കടക്കും മുമ്പ് ഇവിടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ള BJPയുടെ ഒരു ലക്ഷ്യം അത് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. NDA സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ NDA സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ കാലയളവ് വർദ്ധിപ്പിക്കണം എന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ നിതീഷ് കുമാർ എടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പമാണ് സ്പീക്കർ, നിലവിലെ സ്പീക്കറായ RJD അംഗം അവധ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയിരിക്കുന്നു. 10-ലേറെ പേരാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം RJD ആകട്ടെ സമാന്തരമായി തന്നെ ഈ വിശ്വാസം നേടുന്നതിന് സഭയ്ക്കകത്ത് തടയിടാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് JDU ഇത്തരത്തിൽ BJPയുമായി കൈകോർത്തത് എന്ന് മനസ്സിലാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെ BJPക്കും JDUവിനും നൽകാൻ ലക്ഷ്യം വെച്ച് കൂടുതൽ പാർട്ടികളെ തങ്ങളോടൊപ്പം കൊണ്ടുവരാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരിക്കുന്നു. പ്രധാനമായും പ്രാദേശികമായ സമുദായ നേതാക്കൾക്ക് അല്ലെങ്കിൽ സമുദായങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഉപേന്ദ്ര കുശവാഹ, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി അടക്കമുള്ള നേതാക്കളെ ഒപ്പം കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ യാദവ മുസ്ലിം വോട്ടുകൾ മാത്രം സംസ്ഥാനത്തെ 31% വരും. അത് 41%ത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമുണ്ടാക്കാമെന്നും നിലവിലുള്ള BJPയുടെ കൈവശവും JDUവിന്റെ കൈവശമുള്ള ഈ 39 സീറ്റുകളിൽ ബഹുഭൂരിഭാഗവും പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടൽ RJDക്കും കോൺഗ്രസിനുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനിടെയാണ് ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ RJD ഓഫീസിൽ നേതാക്കൾ ആരും തന്നെ നിലവിൽ ഇല്ല. അതേസമയം നേതാക്കളുടെ വീടുകൾ, പ്രധാനമായും ലാലു പ്രസാദ് യാദവ്, റാബ്രി ദേവി, തേജസ് യാദവ് എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നേതൃത്വം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പല നേതാക്കളെയും ഇതിനകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളവും കൂടുതൽ കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെ തന്നെ തങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. RJD അത്തരത്തിലൊരു വെല്ലുവിളി സഭയ്ക്ക് ഉള്ളിൽ ഉയർത്തുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ BJP പാളയത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, സർക്കാർ രൂപീകരണത്തിന് ശേഷവും തിരക്കിട്ട നാടകീയ നീക്കങ്ങൾ തന്നെയാണ് ബീഹാറിൽ നടക്കുന്നത്. പട്നയിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി നൽകിയത്.